നാട്ടുകാർക്കൊക്കെ സാറിനെ കുറിച്ച് സംസാരിക്കാൻ 100 നാവാ. നാട്ടുകാരെ കൊണ്ട് തോറ്റു. മന്ത്രിമാരാവണമെങ്കിൽ അവർക്കും ഓരോ ക്വാളിഫിക്കേഷൻ നിർബന്ധമാക്കണം. അങ്ങനെ പറയരുത്. അവര് പറഞ്ഞ പോലെ തന്നെ ശരിയാക്കി എടുക്കണല്ലോ. എന്താണ് ശരിയാക്കിയിട്ടുള്ളത്? എന്താ ശരിയാക്കിയിട്ടുള്ളത് നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. സാധാരണക്കാരനല്ലേ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതിന്റെ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഒന്നും ശരിയാക്കിയിട്ടില്ല. എന്താ ശരിയാക്കിയത്? നവകേരള യാത്രയും കൊണ്ട് എന്ത് ഗുണമാണ്? നമ്മുടെ കേരള യാത്ര കൊണ്ട് അവരുടെ പാർട്ടിക്ക് ഗുണമുണ്ട്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. സർക്കാർ അത് ഏത് സർക്കാർ മാറി മാറി വന്നാലും അവര് കംപ്ലീറ്റ്ലി ഈ നാടിനെ കുട്ടിച്ചോരാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കള്ളന്മാരാ. എടാ പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല പാർട്ടിയിലും ചേരടാ, രക്ഷപ്പെടാം. പൊളിറ്റിക്സ് ഈസ് മേക്കിംഗ് മണി ഫോർ ദി പൊളിറ്റീഷ്യൻ. രാഷ്ട്രീയം തന്നെ ഒരു തൊഴിലാണ് ഇവിടെ. അല്ല, ബസ് അവർ ഇറക്കിയത് നമ്മുടെ പെട്രോൾ ലാഭിക്കാനും ചെലവ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ 40 വണ്ടികളും പിന്നെ മന്ത്രിമാരുടെ വണ്ടികളും അവരുടെ സ്റ്റാഫിന്റെ വണ്ടികളും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ഭരണമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നല്ല, ഇങ്ങനെ ഭരിക്കുന്നവരുടെ കാര്യം തന്നെ പോക്കാണ്. 100% ഞാൻ യോജിക്കുന്നു. നവകേരള ബസിന്റെ കാര്യം പറയാനാണെങ്കിൽ അവിടെ മന്ത്രിമാർക്ക് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം വാഷ്റൂം. എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങളുടെ അവിടെ റോഡ് പണി നന്നാക്കാനില്ലാതെ എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി കംപ്ലൈന്റ്. നമുക്ക് വേണ്ടി വരാന്ന് പറയുന്നത് നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് അവര് വരണ്ട. അതെ, അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട്. എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? തീർച്ചയായിട്ടും അയാൾ തന്നെ ഭരിക്കണമല്ല. ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. എന്നാലല്ലേ നാട് കുട്ടിച്ചോറാവുള്ളൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? 10 പ്രാവശ്യം കൂടെ ഭരിച്ചു കഴിഞ്ഞാല് ജനങ്ങള് തന്നെ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. കേരളം ബംഗാളാക്കണം നമുക്ക്. ഇപ്പൊ ബംഗാളികളൊക്കെ കേരളത്തിലുണ്ട്. കുറച്ചുകൂടി വരാനുണ്ടെങ്കിൽ ആരും വില തരില്ല. മാറി ചിന്തിക്കുവോ ജനങ്ങള്? ഇല്ല മാറി ചിന്തിക്കൂല. കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കില്ല. ഇപ്പം പിണറായി അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. മുഖ്യമന്ത്രി എന്നെ നാട്ടിലുണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ തുടർ ഭരണം ജനങ്ങൾ തീരുമാനിക്കട്ടെ. നിങ്ങളും ജനങ്ങളിൽ ഒരാളാണല്ലോ. ഞങ്ങൾക്ക് ശരിയാണ്, പക്ഷെ എനിക്ക് 17 ആയിട്ടേ ഉള്ളൂ, 18 ആയിട്ടില്ല. ആവുമ്പോൾ ഞാൻ പിണറായിക്ക് എതിരെ വോട്ട് ചെയ്യണത്. അങ്ങനത്തെ ഭരണമാണ്. ഭരണം അങ്ങനത്തെയാണ്. പിന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാന്? എനിക്കെല്ലാമായി തൃപ്തിയായി. ചന്ദ്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.